നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന കലണ്ടേഴ്സാണ്. ഓക്കെ, എല്ലാവരും കലണ്ടർ നോക്കുന്നു അല്ലേ? നമ്മൾ എത്ര നാളായി കലണ്ടർ നോക്കുന്നു? എത്ര പേർക്ക് കലണ്ടർ നല്ലപോലെ നോക്കാൻ അറിയാതെ? എൻ്റെ ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു എല്ലാവരും സമയം നോക്കുന്ന പോലെ നോക്കുന്നൊരു സാധനമാണ് കലണ്ടർ അല്ലേ? അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്നൊക്കെ അവധി എന്ന് നോക്കും അല്ലേ കലണ്ടറിൽ? ഓക്കെ, ഇപ്പം കലണ്ടറിനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓഡ് ഡേയ്സ് എന്നാണ്. ഓഡ് ഡേയ്സ് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇൻ എ ഗിവൻ പീരീഡ് the number of days more than the complete weeks are called odd days. Explain ചെയ്യാം. In a given period, let's say 1 month നമുക്ക് ജാനുവരി എടുക്കാം. ജാനുവരി എത്ര ദിവസമുണ്ട്? ജാനുവരിയിൽ 31 ദിവസമുണ്ട്. എല്ലാവർക്കും അറിയാലോ, ജാനുവരിയിൽ 31 ദിവസമുണ്ട്. അപ്പോൾ ജാനുവരിയിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ദ നമ്പർ ഓഫ് ഡേയ്സ് മോർ ദാൻ ദ കംപ്ലീറ്റ് വീക്സ്. അപ്പം ഒരു വീക്ക് 1 വീക്കിൽ എത്ര ഡേയ്സ് ഉണ്ട്? 7 ഡേയ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ജാനുവരി എത്ര കംപ്ലീറ്റ് വീക്സ് ഉണ്ടെന്ന് നോക്കാം അല്ലേ? 7 × 4 എത്രയാണ്? 28 ഉണ്ട്. അപ്പോൾ ജാനുവരി 28 വരെ ആകുമ്പോൾ 4 വീക്സ് കംപ്ലീറ്റ് ആയി അല്ലേ? പിന്നെ 31 വരെ 29, 30, 31 3 ഡേയ്സ് എക്സ്ട്രാ ഉണ്ട്. 3 ഡേയ്സ് എക്സ്ട്രാ അല്ലേ? വീക്ക് കംപ്ലീറ്റ് ആവില്ല, 3 ഡേയ്സ് എക്സ്ട്രാ. ആ 3 ഡേയ്സിനെ നമ്മളിവിടെ എന്ത് വിളിക്കും? ഓഡ് ഡേയ്സ് എന്ന് വിളിക്കും. അപ്പോൾ ജാനുവരിയിൽ നമുക്ക് എത്ര ഡേയ്സ് ഉണ്ട്? 3 ഓഡ് ഡേയ്സ് ഉണ്ട്. ക്ലിയർ ആണോ? ഇനി വേറെ ഇപ്പോൾ ഫെബ്രുവരി എടുത്തു. ഇപ്പം ഇത് 2024 എടുത്തു. 2024 ഫെബ്രുവരിയിൽ എത്ര? 29 ദിവസമുണ്ട്. കാരണം എന്താണ്? ലീപ്പ് ഇയർ. 2024 എന്താണ്? ലീപ്പ് ഇയർ ആണ്. നോർമൽ ഇയറിൽ 365 ഡേയ്സ് ആണ്. ലീപ്പ് ഇയറിൽ 366 ഡേയ്സ് ആണ്. ആ എക്സ്ട്രാ ഡേ എവിടെ വരുന്നത്? ഫെബ്രുവരിയിലാണ് വരുന്നത്. അപ്പം ഫെബ്രുവരി 28 വരെ 4 വീക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഫെബ്രുവരി 29 ദിവസമുള്ള ഫെബ്രുവരി, അല്ലെങ്കിൽ ലീപ്പ് ഇയറിലെ ഫെബ്രുവരിയിൽ 1 ഓഡ് ഡേ ആണ്. എന്നാൽ നോർമൽ വർഷം 2025 എടുത്താൽ, 2025 എടുക്കുകയാണെങ്കിൽ അവിടെ ഫെബ്രുവരി 28 ദിവസമേ ഉള്ളൂ. ഫെബ്രുവരിയിൽ 28 ദിവസമേ ഉള്ളൂ. അവിടെ ഓഡ് ഡേയ്സ് ഇല്ല. ക്ലിയർ ആണോ? ഇനി വേറൊരു മാസം എടുക്കാം. ഏപ്രിൽ എടുത്തോ. ഏപ്രിൽ 30 ദിവസമുണ്ട് അല്ലേ? അത് നിങ്ങൾക്ക് അറിയാമല്ലോ നോക്കാൻ. ഈ നക്കിൾസ് വെച്ച് ജനുവരി, ഫെബ്രുവരി, അതായത് ഈ വിരലിൻ്റെ ഇവിടെ എല്ലുള്ളത് തുടങ്ങാം. ജാനുവരി അത് 31 കാണും. എന്നാൽ ഫെബ്രുവരിയിലില്ല. മാർച്ചിൽ അഗെയിൻ 31, ഏപ്രിലില്ല, മെയ് 31, ജൂണില്ല, ജൂലൈ 31, ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31. ഈ പരിപാടി എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ ഏപ്രിൽ 30 ദിവസമാണ്. അപ്പോൾ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 28 വരെ. എല്ലാവർക്കും 28 വരെ അറിയാം. 28 2 ആണ് 30. അപ്പം ഏപ്രിൽ 2 ഓഡ് ഡേയ്സ്. ഇതാണ് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പം കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ദ നമ്പർ ഓഫ് ഡേയ്സ് മോർ ദാൻ ദ കംപ്ലീറ്റ് വീക്സ്. അപ്പോൾ ഇനി മാസം വരെ 10 ദിവസം എടുക്കുക. 10 ദിവസത്തിൻ്റെ ഒരു കണക്കെടുക്കുക. 10 ദിവസത്തിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 10 ദിവസത്തിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് ആലോചിച്ചേ. 10 ദിവസത്തിൽ ഒരു വീക്ക് കംപ്ലീറ്റ് ആകാൻ നമുക്ക് 7 ദിവസം വേണം. 10 - 7 3 ഓഡ് ഡേയ്സ്. ഇനി 22 ദിവസം എടുക്കുക. 22 ദിവസത്തിൻ്റെ ഒരു പീരീഡിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 7 × 3 21 ആണ്. അപ്പം 1 ഓഡ് ഡേ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇതിനെ ബേസ് ചെയ്താണ് നമ്മുടെ എല്ലാ പ്രോബ്ലം, ഒരു 90% ഓഫ് ദ പ്രോബ്ലംസും ഓഡ് ഡേയ്സിനെ ബേസാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്കറിയാം എന്താണ്? ഒരു ഓർഡിനറി ഇയറിൽ 365 ദിവസമുണ്ട്. ലീപ്പ് ഇയറിൽ 366 ദിവസമുണ്ട്. ഓക്കെ, ഇവിടെ ഇനി പഠിക്കേണ്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇത്ര നോക്കിയാൽ മതി. ഇപ്പം സെഞ്ച്വറി അല്ലാത്ത ലീപ്പ് ഇയർ എടുക്കുക. സെഞ്ച്വറി എന്ന് പറയുമ്പം 100, 200, ഇപ്പം 300, 400 അങ്ങനെ 1900, 2000, 2000s ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. 2100 ഇതൊക്കെ എടുക്കുക. നോർമൽ ലീപ്പ് ഇയർ അങ്ങനെ. ഇപ്പോൾ സെഞ്ച്വറി അല്ലാത്ത ഇപ്പം 1996, 1988, ഓക്കെ, ഇങ്ങനെ കുറേ വർഷങ്ങളെടുക്കുക. അപ്പം 1980 ഇതൊക്കെ സെഞ്ച്വറീസ് അല്ലാത്ത സാധാ വർഷങ്ങളാണല്ലോ. അത് ലീപ്പ് ഇയർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് എ ഡിവിസിബിൾ ഓഫ് 4, മൾട്ടിപ്പിൾ ഓഫ് 4. അതായത് ഈ നമ്പറിനെ, ഈ ഇയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അവസാനത്തെ 2 നമ്പർ എടുത്താൽ മതി. അതിന് 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക, അല്ലെങ്കിൽ അവസാനത്തെ 2 നോക്കാം. 80 കംപ്ലീറ്റ് ആയിട്ട് 4 ചെയ്യാൻ പറ്റുന്നുണ്ട്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 88 ആയാലും 96 ആയാലും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം സെഞ്ച്വറി അല്ലാത്ത ഈ ടൈപ്പ് വർഷങ്ങൾ ലീപ്പ് ഇയർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എടുത്തിട്ട് 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ആ 2 ഡിജിറ്റ്സ് 4 ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കുക. എന്നാൽ സെഞ്ച്വറീസ് വരുമ്പം നിങ്ങൾ ചെയ്യേണ്ടത് 4 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി അല്ല നോക്കണം, 400 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി നോക്കണം. സെഞ്ച്വറി ആയതുകൊണ്ട് എന്താ കാരണമൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് പറഞ്ഞത്? 4 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി 400 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി ആക്കണം. അതായത് ഇപ്പോൾ 2000
ഈസ് ഡിവിസിബിൾ ബൈ 2000 ഈസ് ഡിവിസിബിൾ ബൈ 400. അപ്പോൾ ഇതെന്താണ്? ലീപ്പ് ഇയർ ആണ്. എന്നാൽ 1900 അല്ലെങ്കിൽ 2100 ഇത് രണ്ട് ലീപ്പ് ഇയർ ആണോ? അല്ല, 400 പറ്റത്തില്ല. അപ്പം സെഞ്ച്വറീസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 400, 800, 1200, 1600, 2000, 2004 ഈ സെഞ്ച്വറീസൊക്കെ മാത്രമേ എന്താണ് ലീപ്പ് ഇയർ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ലീപ്പ് ഇയർ ഉള്ള സെഞ്ച്വറി വർഷങ്ങളല്ല. ഓക്കെ, സിമ്പിൾ കോൺസെപ്റ്റ്സ്. ഓക്കെ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, അത് നോക്കുകയൊന്നും വേണ്ട. ഇവിടെ കൗണ്ടിങ് ഓഫ് 4 days പറഞ്ഞ എക്സ്പ്ലനേഷൻ ഒക്കെ തന്നിട്ടുണ്ട്, നോട്ട് നീഡഡ്. ഓക്കെ, നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ലീപ്പ് ഇയറിൽ 366 ദിവസമുണ്ട്. ആ ഒരു എക്സ്ട്രാ ദിവസം ഫെബ്രുവരിയിൽ വരുന്നു, അത്ര അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എവരി ഇയർ സെഞ്ച്വറി ലീപ്പ് ഇയർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, 400 വർഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവിടെ അത് മതി. വേറെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, ബാക്കി നമുക്ക് ക്വസ്റ്റ്യനിൽ കൂടെ നമുക്ക് കോൺസെപ്റ്റ്സ് പഠിക്കാം. നിങ്ങളുടെ മെറ്റീരിയൽ കുറേ ക്വസ്റ്റ്യൻസ് കാണും, എല്ലാം ഒന്നും വേണ്ട. ഞാനിവിടെ ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുക, ആ ടൈപ്പ് മാത്രം മതി. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഇതിൽ നിന്ന് തുടങ്ങാം. എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദ തേർഡ് ഡേ ഓഫ് എ മന്ത് ഈസ് മൺഡേ, തേർഡ് ഡേ മൺഡേ ആണെങ്കിൽ ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി ദ 5th ഡേ ഫ്രം ദ 21st ഡേ ഓഫ് ദിസ് മന്ത്. ഓക്കെ, ഏതൊരു മാസം, ലെറ്റ്സ് എ ജാനുവരി എടുക്കുക. ലെറ്റ്സ് എ ജാനുവരിയിലെ തേർഡ് എന്താണ്? തേർഡ് മൺഡേ ആണ് എങ്കിൽ 5th ഡേ ഫ്രം ദ 21st ഡേ, 21st ഡേ നിന്ന് 5th ഡേ, 21st പ്ലസ് 5 ഡേയ്സ്. അപ്പം 26th, ജാനുവരി 26th ഏത് ദിവസമാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ ഒരു മാർഗ്ഗമുണ്ട്. ചെറിയ ഇപ്പോൾ ഒരു മാസം തന്നെ ആണെങ്കിൽ ഈസിയായിട്ട് ജാനുവരി 3rd മൺഡേ ആണ്. എല്ലാ വീക്കും കഴിയുമ്പോൾ അല്ലേ, റിപ്പീറ്റ് ചെയ്യുക. കലണ്ടർ നിങ്ങൾ കണ്ടിട്ടില്ലേ? കലണ്ടറിൽ ഇപ്പോൾ 3rd, ഇപ്പോൾ ഫസ്റ്റ് എടുക്കുക. ഫസ്റ്റ് മൺഡേ ആണെങ്കിൽ 8th മൺഡേ ആയിരിക്കും, 15th മൺഡേ ആയിരിക്കും. എന്താ, ഓരോ 7 ദിവസം അല്ലേ ഒരു വീക്ക്? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. പിന്നെ അഗെയിൻ 8th എന്തായിരിക്കും? മൺഡേ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എവരി 7 days കഴിയുമ്പം സെയിം ഡേ റിപ്പീറ്റ് ചെയ്യും. സോ ഐ ക്യാൻ സേ ജാനുവരി 3rd മൺഡേ ആണെങ്കിൽ 10th എന്താ? മൺഡേ ആണ്. 17th എന്താണ്? മൺഡേ ആണ്. 17 പ്ലസ് 7, 24th എന്താണ്? 24th മൺഡേ ആണ്. നമുക്ക് വേണ്ട 26th ആണ്. 24th മൺഡേ ആണെങ്കിൽ 25th ട്യൂസ്ഡേയും 26th എന്താണ്? വെഡ്നസ്ഡേ ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഇതിൻ്റെ വെനസ്ഡേ. ഓക്കെ, സിമ്പിൾ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു മാസത്തെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഈ രീതിയിൽ എളുപ്പം ചെയ്യാം. ഓക്കെ, ഇനി ഇത് വേറൊരു രീതി ചെയ്യണം. നിങ്ങൾക്കിപ്പം വേറൊരു രീതി ചെയ്യണം, അത് നമുക്ക് ചെയ്യാം. അത് വേറൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാനത് കാണിച്ചു തരാം. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത് ഒരു മാസം തന്നെ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ, ഓരോ 7 ദിവസം കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ 5th ജാനുവരി 1991 സാറ്റർഡേ എന്ന് പറഞ്ഞു. എന്നാൽ 4th മാർച്ച് 1992 ഏത് ദിവസമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 7 വെച്ച് എണ്ണിപ്പോയാൽ എന്തുമാത്രം സമയം എടുക്കും? അത്ര നമുക്കില്ല. അപ്പോൾ എങ്ങനെ എളുപ്പം ചെയ്യാം? ഓക്കെ, അപ്പം ചെയ്യേണ്ട മാർഗം എന്ന് പറഞ്ഞാൽ, ഇപ്പം 1991 5th ജാനുവരി 1991 ലീപ്പ് ഇയർ ആണോ? അല്ല, 91 കാനോട്ട് ബി ഡിവൈഡ് ബൈ 4. അപ്പം 365 ദിവസമേ ഉള്ളൂ. അപ്പം 5th ജാനുവരി സാറ്റർഡേ ആണ്. 5th ജാനുവരി സാറ്റർഡേ ആണ്. അപ്പം 365 5 ദിവസം മാറി. ടോട്ടൽ 1991 എത്ര ദിവസമുണ്ട്? 365. 5ാമത്തെ ദിവസമാണ് 5th ജാനുവരി എന്ന വർഷത്തെ 5ാമത്തെ ദിവസമാണ് ആ സാറ്റർഡേ. അപ്പോൾ ഇനി ബാക്കി എത്ര ദിവസമുണ്ട്? 1991 360 days അല്ലേ ബാക്കിയുള്ള. 5th കഴിഞ്ഞിട്ട് 6th ജാനുവരി 6 to December 31 360 days അല്ലേ. നമുക്ക് വേണ്ടത് 4th മാർച്ച് 1992. ഇനി 1992 എടുക്കുന്നു. 1992 ഓരോ മാസം എടുക്കുക. ജാനുവരിയിൽ എത്ര ദിവസമുണ്ട്? 31. എല്ലാ വർഷം എടുത്താലും ജാനുവരിയിൽ എപ്പോഴും എത്രയാണ്? 31 ദിവസമാണ് ജാനുവരി. ഫെബ്രുവരിയിൽ എത്രയാണ്? ഫെബ്രുവരിയിൽ 1992 is a leap year. സോ ഫെബ്രുവരിയിൽ 29 days. നമുക്ക് വേണ്ട എന്താണ്? 4th മാർച്ചാണ് വേണ്ടത്. മാർച്ചിലെ 4th ഡേ. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 9 + 1 10, 10 + 4 14, റിമൈൻഡർ 1, 6 + 1 7 + 2 10 + 2 12, ദെൻ 4. 424 ദിവസമുണ്ട്. അതായത് ജാനുവരി 1 സാറ്റർഡേ ആണ്. എന്നാൽ 4th മാർച്ച് 1992 424 ദിവസം വേണം എത്താൻ. ഇനി ഇവിടെ ഓഡ് ഡേയ്സ് വെച്ച് നമുക്ക് ചെയ്യാം അല്ലേ. അതായത് ഓരോ 7 ദിവസം കൂടുമ്പോഴും ഈ സാറ്റർഡേ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ 7 ദിവസം കൂടുമ്പോഴും. അപ്പം ഓഡ് ഡേയ്സ് എടുത്താൽ മതി. അപ്പം 7ൻ്റെ മൾട്ടിപ്പിൾ 7 × 6 എന്താണ്? 42 ആണ്. സോ 7 × 60 420 ആണ്. അപ്പോൾ അപ് ടു 420 ഡേയ്സ് എന്താണ് ഓരോ വീക്ക് വെച്ചുള്ളതുകൊണ്ട് സെയിം ആയിരിക്കും ഓരോ ഇതും. പിന്നെ 4 ദിവസം അല്ലേ, 424 - 420, ബാക്കി 4 ദിവസം അവിടെ ഉണ്ട്. അപ്പോൾ അത്ര ഓഡ് ഡേയ്സ് ആണുള്ളത്. ഓക്കെ, അതായത്
20ാമത്തെ 420ാമത്തെ ദിവസം എന്തായിരിക്കും? സാറ്റർഡേ ആയിരിക്കും. ഇവിടെ എഴുതാം, ഇവിടോട്ട് എഴുതാം. അപ്പം 4 ദിവസം കിട്ടി അങ്ങനെ മനസ്സിലായല്ലോ. 424 കിട്ടി. 420ാമത്തെ ദിവസം എന്തായിരിക്കും? സാറ്റർഡേ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനിയും മുന്നോട്ട് എടുക്കുക. 421ാമത്തെ ദിവസം സൺഡേ, 422ാമത്തെ ദിവസം മൺഡേ, 423ാമത്തെ ദിവസം ട്യൂസ്ഡേ, 424ാമത്തെ ദിവസം എന്താണ്? വെനസ്ഡേ ആയിരിക്കും. സോ ആൻസർ എ, വെനസ്ഡേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ 100 എന്ന നമ്പർ ആണെങ്കിൽ യു ജസ്റ്റ് ഡിവൈഡ് ഇറ്റ് ബൈ 7. 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 1, 7, 30, 28 അല്ലേ? 28, 2 ഓഡ് ഡേയ്സ് വരും. അപ്പം ആദ്യത്തെ ദിവസം മൺഡേ ആണെങ്കിൽ 100ാമത്തെ ദിവസം എന്തായിരിക്കും? ട്യൂസ്ഡേ. 2 ഓഡ് ഡേ മുന്നോട്ട് എടുക്കുക. മൺഡേ ആണെങ്കിൽ 2 ഓഡ് ഡേ ആണെങ്കിൽ ട്യൂസ്ഡേ, വെനസ്ഡേ. ഇതിപ്പോൾ ഇവിടുത്തെ കേസിൽ 424 ദിവസം കഴിഞ്ഞാണ്. സാറ്റർഡേ ആണെങ്കിൽ 424നെ എത്ര ഓഡ് ഡേ, എത്ര കംപ്ലീറ്റ് വീക്സ് ഉണ്ടെന്ന് നോക്കുക. 60 വീക്സ് ആണ്. 420 ആണ്. 4 ഓഡ് ഡേയ്സ് ആണ്. അപ്പോൾ ഇവിടെ സാറ്റർഡേ കഴിഞ്ഞിട്ടുള്ള 4 ദിവസം സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. ഇങ്ങനെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം ഈ ഒരു കാര്യം. എത്ര ഡേയ്സ് ഉണ്ട് ടോട്ടൽ, അതിൽ നിന്ന് വീക്ക് മാറ്റിയിട്ട് എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്, അത് ജസ്റ്റ് ആഡ് ചെയ്ത് ചെയ്യുക. അപ്പോൾ 1-2 ക്വസ്റ്റ്യനും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്യുക. നിർബന്ധമായിട്ടും വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ നോക്കുക. 2012 ജാനുവരി 1 സൺഡേ ആണെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ ഏത് ദിവസമാണ് ചോദിച്ചിരിക്കുന്നത്? ഇൻഡിപെൻഡൻസ് ഡേ എന്നാ? ഓഗസ്റ്റ് 15 ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ. അത് അറിയെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പലരും ജാനുവരി 26 റിപ്പബ്ലിക് ഡേയുടെ ആൻസർ കണ്ടുപിടിക്കാൻ തുടങ്ങി കാണും. അതിനോ ദാറ്റ് ഈസ് സ്വാഭാവികമാണ്, എല്ലാവർക്കും തെറ്റ് പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാം. അപ്പോൾ ജാനുവരി 1 സൺഡേ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ജാനുവരിയിൽ എത്ര ദിവസം ബാക്കിയുണ്ട്? നമുക്ക് ജാനുവരി 1 കഴിഞ്ഞിട്ട് ബാക്കി ഓഗസ്റ്റ് 15 വരെ എത്ര ദിവസം ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എന്നാലേ ഓഡേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഓഡേയുടെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജാനുവരിയിൽ എത്ര ദിവസം ബാക്കിയുണ്ട്? 1 കഴിഞ്ഞ് ബാക്കി 30 ദിവസം ബാക്കിയുണ്ട്. ഫെബ്രുവരി എടുക്കുക. 2012 ലാസ്റ്റ് 2 ഡിജിറ്റ് 12. ഇറ്റ്സ് ഡിവിസിബിൾ ബൈ 4. സോ 2012 ഒരു ലീപ്പ് ഇയർ ആണ്. ഫെബ്രുവരിയിൽ 29 ഡേയ്സ് ഉണ്ട്. മാർച്ചിൽ 31 ദിവസമാണ്. ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് എന്ന് വരെ മതി? 15 വരെ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം ആഡ് ചെയ്യാൻ എളുപ്പം ഞാൻ ആദ്യം 30 വെച്ച് നോക്കുന്നു. 1, 2, 3, 4, 5, 6, 7. 7 × 30 210. അപ്പം ഇതും കൂടെ ക്യാൻസൽ ആയി. 20 1 കുറച്ച് 1 കൂട്ടി. പിന്നെ ഇവിടെ 2 31 ഉണ്ട്, +2 പ്ലസ് ഈ 15 എല്ലാം കൂടെ 227 ദിവസമുണ്ട്. 227 ദിവസമുണ്ട്. അപ്പം എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിളാണ്. 200 ഇവിടെ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 210 എടുത്തേ. 7 × 3 എത്രയാണ്? 21. 7 × 30 210. ബാക്കി എത്ര? 17 ദിവസം. 210 നിന്ന് കുറച്ചാൽ ബാക്കി 17 ദിവസം. 7 × 2 14 ആണ്. അപ്പോൾ -14 3 ഓഡ് ഡേയ്സ്. അപ്പം 3 ഓഡ് ഡേയ്സ് വരുമ്പം ജാനുവരി 1 സൺഡേ ആണെങ്കിൽ 3 ഓഡ് ഡേയ്സ് 3 കൂട്ടിയാൽ മതി. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ബി വെനസ്ഡേ ആണ് ആൻസർ. ഇതിപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഏത് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അത്രേ ഉള്ളൂ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ ഡേയ്സ് കൂട്ടേണ്ടി വരും. മനസ്സിലായിരിക്കണം അത് കൂട്ടേണ്ടി വരുന്നത്. ഡിവൈഡ് ചെയ്യാനും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാനും പറ്റണം. ഈ 2 സ്കില്ല് മതി. ഓക്കെ, അടുത്തതും ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഇയർ ഹാസ് സെയിം കലണ്ടർ ആസ് 1700? കുറേ വർഷം കൂടുമ്പോൾ കലണ്ടർ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ 1700 ഒരു കലണ്ടർ ഉണ്ട്. അത് സെയിം കലണ്ടറിന് ഏത് വർഷം റിപ്പീറ്റ് ചെയ്തേക്കുന്നതാണ് ചോദിച്ചത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇതുവരെ അറിയാവുന്ന കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് ചിന്തിച്ച് നോക്കുക, ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ സപ്പോസ് 1700 ജാനുവരി 1 സൺഡേ ആണെന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് 1701 ജാനുവരി 1 എന്തായിരിക്കും? ഈ ഐഡിയ ആണ് നിങ്ങൾക്ക് വരേണ്ടത്. ഓക്കെ, അപ്പം 1700 ജാനുവരി 1 സൺഡേ ആണെങ്കിൽ ഇനിയും സൺഡേ റിപ്പീറ്റ് ചെയ്യുന്ന കലണ്ടർ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഒരു വർഷം 1700 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണോ? അല്ല. 1700 കനോട്ട് ബി ഡിവൈഡ് ബൈ 400. ഞാൻ പറഞ്ഞായിരുന്നു സെഞ്ചുറി ലീപ്പ് ഇയർ ആണോ നോക്കാൻ 400 ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 1700 പറ്റത്തില്ല. അപ്പം
ഒരു വർഷം, കറക്റ്റ് ഒരു വർഷം ലീപ്പ് ഇയർ 365 ദിവസം കഴിഞ്ഞാണ് അല്ലേ, 365 ദിവസം കഴിഞ്ഞാണ് വരേണ്ടത്. 365 ദിവസത്തിനകത്ത് എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് നോക്കാം. 365 ദിവസത്തിനകത്ത് 52 വീക്സ് പ്ലസ് 1 ഓഡ് ഡേ. 365 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 7 5 35 15 2 14 1 ഓരോ ഡേ. അപ്പം ഒരു നോർമൽ ഇയർ എടുക്കുകയാണെങ്കിൽ, നോർമലി 365 ദിവസമുള്ള ഒരു ഇയർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എത്ര ഓഡ് ഡേ ഉണ്ട്? 1 ഓഡ് ഡേ. പിന്നെ ലീപ്പ് ഇയർ ആണെങ്കിലോ 366 ദിവസമുള്ള ഒരു ലീപ്പ് ഇയർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എത്ര ഓഡ് ഉണ്ട്? 2 ഓഡ് ഉണ്ട്. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ 1701 ജാനുവരി 1 എന്ന് പറയുമ്പം 365 ദിവസം കഴിഞ്ഞാൽ ഒരു ഓഡ് ഡേ അല്ലേ ആഡ് ചെയ്യേണ്ടത്? ഒരു ഓഡ് ഡേ ആഡ് ചെയ്യണം. അപ്പോൾ എന്തായി? മൺഡേ ആയി. ക്ലിയർ അല്ലേ? 1702 ജാനുവരി 1 എന്താണ്? പിന്നെ 365 ദിവസം കഴിഞ്ഞല്ലേ അത് വരുന്നത്. അപ്പോൾ ഒരു ഡേ ആഡ് ചെയ്യല്ലേ? ട്യൂസ്ഡേ ആയി. 1703 ജാനുവരി 1 എന്താണ്? ഇവിടെ നിങ്ങൾ ഓരോ ഡേ ആഡ് ചെയ്താൽ പോരെ. അതായത് 1702 ജാനുവരി 1 മുതൽ 1703 ജാനുവരി 1 വരെ 360 ദിവസം ഓരോ ഡേ വെനസ്ഡേ ആണ്. അടുത്ത 1704 ജാനുവരി 1 എന്താണ്? 1703 ജാനുവരി 1 മുതൽ 1704 ജാനുവരി 1 വരെ അഗെയിൻ 365 ദിവസമാണ്. ഓരോ ഡേ ആഡ് ചെയ്യുന്നു. വെനസ്ഡേ, തേഴ്സ്ഡേ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. 1705 ജാൻ 1 എന്താണ്? 1704 എടുക്കുക, ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 4. ഇറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. സോ ലീപ്പ് ഇയർ ഉണ്ട്, 1704 ലീപ്പ് ഇയർ ആണ്. അപ്പം അവിടെ 366 ദിവസം എടുക്കും 1705 ജാനുവരി 1 വരെ അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 2 ഓഡ് ഡേയ്സ് ഉണ്ട്. അപ്പോൾ തേഴ്സ്ഡേ കഴിഞ്ഞിട്ട് ഫ്രൈഡേ വരുമോ? ഇല്ല, പകരം സാറ്റർഡേ ആണ് വരുന്നത്. ഇനി 1706 ജാനുവരി 1 എന്താണ്? 1705 നോർമൽ ഇയർ ആണ്. 1706 ജാനുവരി 360 ദിവസം അഗെയിൻ സൺഡേ, ഒരു ഓഡ് ഡേ ആഡ് ചെയ്തു സൺഡേ. അപ്പം 1700 ജാനുവരി 1 സൺഡേ ആണ്. 1706 ജാനുവരി 1 സൺഡേ ആണ്. അപ്പം ഏത് വർഷം ആണ് ഇവിടെ സെയിം കലണ്ടർ എപ്പോഴും 1706 റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി എടുക്കുകയാണെങ്കിൽ ഇഫ് ഇൻ ബിറ്റ്വീൻ ദോസ് ഇയേഴ്സ് ഒരു ലീപ്പ് ഇയറേ ഉള്ളെങ്കിൽ, ഒരു ലീപ്പ് ഇയർ എങ്ങനെയാലും ഒരു ലീപ്പ് ഇയർ മിനിമം വരും. ഒരു ലീപ്പ് ഇയർ ഉള്ളെങ്കിൽ നമുക്ക് ലീപ്പ് ഇയർ ഇല്ലായിരുന്നു വെച്ചാൽ, സപ്പോസ് ലീപ്പ് ഇയർ ഇല്ലെങ്കിൽ 7 കൂട്ടിപ്പോയാൽ വഴി, അപ്പം ലീപ്പ് ഇയർ ഇല്ലായിരുന്നു നോക്കാം. പക്ഷേ ലീപ്പ് ഇയർ വരും, ലീപ്പ് ഇയർ ഇല്ലാന്ന് നോക്കാം. അങ്ങനെ കൺസെപ്റ്റ് ഇല്ലെങ്കിൽ 1700 സെയിം കലണ്ടർ എന്ന് റിപ്പീറ്റ് ചെയ്യും, 1707 റിപ്പീറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ 1704 എന്ന് പറയുന്ന ഒരു ലീപ്പ് ഇയർ ഉള്ളത് കൊണ്ട് ഒരു ഇയർ കുറയ്ക്കണം, 1706 ക്ലിയർ അല്ലേ? ഇനി ചില കേസിൽ 2 ലീപ്പ് ഇയർ വരണം. ഇപ്പോൾ 1703 മുതൽ നോക്കുകയാണെങ്കിൽ 1704 വരും, 1708 വരും. ഓക്കെ, അങ്ങനെ ആ ഒരു കേസ് വരുമ്പോൾ ചിലപ്പം പിന്നെയും കുറയാം. അപ്പോൾ അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഈ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മാർച്ച് 1 വെനസ്ഡേ ആണ്. വിച്ച് മന്ത് ഓഫ് ദ സെയിം ഇയർ സ്റ്റാർട്ട് വിത്ത് ദ സെയിം ഡേ? തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തത് ഇയർ ആണ്, ഏത് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അവിടെ ഓഡ് ഡേ ആണ് യൂസ് ചെയ്തത്. ഇവിടെയും ഓഡ് ഡേയുടെ കൺസെപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ആദ്യം. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മാർച്ച് 1. അപ്പം മാർച്ച് എടുക്കാം. മാർച്ച് 1 വെനസ്ഡേ ആണ്. അപ്പം ഏപ്രിൽ എന്തായിരിക്കും? അങ്ങനെ എന്തിരിക്കാം. മാർച്ച് 31 ദിവസമാണുള്ളത്. മാർച്ച് എത്ര? 31 ദിവസമാണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മന്ത് എഴുതാം. മന്ത്, ഇവിടെ ഓഡ് ഡേയ്സ്. മാർച്ച് 31 ദിവസം 3 ഓഡ് ഡേ ആണ് അല്ലേ. അപ്പം മാർച്ച് 1 വെനസ്ഡേ ആണെങ്കിൽ ഏപ്രിൽ 1 എന്തായിരിക്കും? 3 ഓഡ് ഡേ കൂട്ടുക. ട്യൂസ്ഡേ, വെനസ്ഡേ ആണ്. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആയിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ ഓരോന്ന് കൂട്ടുന്നതിനേക്കാൾ ഇപ്പം ടോട്ടൽ ഓഡ് ഡേയ്സ് എടുക്കുക. എപ്പം ഓഡ് ഡേയ്സിൻ്റെ സമ്മ് 7 അല്ലെങ്കിൽ 7ൻ്റെ മൾട്ടിപ്പിൾ വരുന്നോ എങ്കിൽ ഇത് തന്നെ ആയിരിക്കുമല്ലോ റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം മാർച്ച് 3 ഓഡ് ഡേയ്സ് ഉണ്ട്. ഏപ്രിൽ എന്ന് പറയുമ്പോൾ 30 ദിവസമാണ്, 2 ഓഡ് ഡേയ്സ് ആണ്. അപ്പോഴും 7 ആയോ? ഇല്ല, 5 ആയിട്ടുള്ളൂ. അപ്പം മെയ് ഒന്നും ഒരിക്കലും എന്താവത്തില്ല, വെനസ്ഡേ ആവത്തില്ല. മെയ് 31 ദിവസമുണ്ട്, അഗെയിൻ 3 ഓഡ് ഡേയ്സ്. അപ്പം മെയ് ആയപ്പോഴത്തേനും 8 ദിവസമായി, 7 ക്രോസ് ചെയ്ത് പോയി അല്ലേ. ക്ലിയർ അല്ലേ? ഇനി മുന്നോട്ട് പോവാം. മെയ്, ജൂൺ എടുക്കാം. ജൂൺ എത്ര? 30 ദിവസമാണ്, 2 ഓഡ് ഡേയ്സ്. 8ഉം 2ഉം 10 ജൂലൈ 3 ഓഡ് ഡേയ്സ് ആണ് അല്ലേ. ജൂലൈ 31 ദിവസമാണ്, 3 ഓഡ് ഡേയ്സ്. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്രയായി? എല്ലാം കൂടെ 8, 2, 10, ടോട്ടൽ ഇപ്പം 13 14 ആയിരുന്നെങ്കിൽ നമുക്ക് എന്താ പറയുക, ഓഗസ്റ്റ് മാസം എന്ന് പറയാം. 14 ആയിരുന്നെങ്കിൽ പറയാം ഓഗസ്റ്റ് 1 വെനസ്ഡേ ആണ്. ഇനി അഗെയിൻ മന്ത് ഓഡ് ഡേയ്സ് എഴുതുന്നു. ഇപ്പോൾ എത്ര? 13 ദിവസമായി. മുന്നോട്ട് പോകുന്നു. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എടുക്കുന്നു. ഓഗസ്റ്റിൽ 31 ദിവസമുണ്ട്. സോ 3 ഓഡ് ഡേയ്സ്. 13ഉം 3ഉം എത്രയായി? 16 കാര്യമുണ്ടോ? ഇല്ല.
സെപ്റ്റംബർ എടുക്കുന്നു. സെപ്റ്റംബറിൽ 30 ദിവസം, സോ 2 ഓഡ് ഡേയ്സ്. 16 2 18 കാര്യമുണ്ടോ? ഇല്ല. 18 7 മൾട്ടിപ്പിൾ അല്ല. ഒക്ടോബർ എടുക്കുന്നു. ഒക്ടോബർ 31 ദിവസം, 3 ഓഡ് ഡേയ്സ്. സോ 18 3 21 21 പറഞ്ഞാൽ 7 ഒരു മൾട്ടിപ്പിളാണ്. അപ്പം അടുത്ത വരുന്ന ദിവസം എന്താണ്? നവംബർ 1 ആണ്. നവംബർ 1 എന്തായിരിക്കും? ഒബ്വിയസ്ലി വെനസ്ഡേ ആയിരിക്കും. അപ്പം ഏത് മാസമാണ് മാർച്ചിൻ്റെ അതേ കലണ്ടർ റിപ്പീറ്റ് ചെയ്യുന്നത്? നവംബർ. ഓക്കെ, അപ്പം ഇതിപ്പം മാസത്തിൻ്റെയോ ഇയറിൻ്റെയോ ചോദിക്കാം. നിങ്ങൾ മനസ്സിലത് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. ഓക്കെ, 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഇപ്പോൾ ജാനുവരി 1 വെനസ്ഡേ ആക്കിയിട്ട് പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്ത് നോക്കുക. അങ്ങനെ 1-2 ലീപ്പ് ഇയറിൻ്റെ കേസസ്. ഇതിപ്പോൾ നോർമൽ സെയിം, ഇതിപ്പം ലീപ്പ് ഇയർ ഒന്നും പറഞ്ഞിട്ടില്ല. ലീപ്പ് ഇയർ എന്ന് പറയുകയാണെങ്കിൽ മാത്രം, ലീപ്പ് ഇയർ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ലീപ്പ് ഇയറിൻ്റെ കേസ് എടുത്താൽ മതി. ഇവിടെ ആ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് മാർച്ചിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഫെബ്രുവരി ആയിരുന്നെങ്കിൽ അത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് കൺഫ്യൂഷൻ വരും. ഓക്കെ, ഇപ്പം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ലീപ്പ് ഇയർ ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ ഇയർ തരും, അത് നിങ്ങൾ നോക്കുക ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇതൊരു ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ കുറേ ഹാർഡ് ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്തു. ഇതൊരു ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ. ഈ ലെവലൊക്കെ ആയിരിക്കും ചോദിക്കുന്നതിന്. അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിർബന്ധമായിട്ടും ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അരുണിൻ്റെ ബർത്ത്ഡേ May 25 ആണ്. അതൊരു മൺഡേ ആണ്. എങ്കിൽ അരുണിൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ഏത് ദിവസമാണ് ചോദിച്ചേക്കുന്നത്? സിസ്റ്ററുടെ ബർത്ത്ഡേ ജൂലൈ 13 പറഞ്ഞിട്ടുണ്ട്. അപ്പം May 25 മൺഡേ ആണ്. ചോദിച്ചേക്കുന്നത് എന്താണ്? ജൂലൈ 13 ഏത് ദിവസമാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എങ്ങനെ എന്തിക്കാം? മെയ്യിൽ ബാക്കി എത്ര ദിവസമുണ്ട്? മെയ് 31 ദിവസമുണ്ട്. ഇപ്പോൾ 25 ബാക്കി മെയ്യിൽ 6 ദിവസം. ജൂണിൽ എത്ര ദിവസമാണ്? ജൂണിൽ എല്ലാവർക്കും അറിയാം 30 ദിവസം. ജൂലൈ എത്രാം തീയതി നമുക്ക് വേണ്ടത്? 13. എല്ലാം കൂടെ അടിയുമ്പോൾ 49 കിട്ടും. 49 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7. 7 × 7 അല്ല, 7 സ്ക്വയർ ആണ് 49. സോ ജൂലൈ 13 എന്തായിരിക്കും? ഇത് മൺഡേ ആണെങ്കിൽ ജൂലൈ 13 മൺഡേ ആയിരിക്കും. ഇങ്ങനെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇത്ര ഹാർഡ് ആയിരിക്കും, ഇത്ര ഹാർഡ് ചോദിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഹൗ മെനി ഇയേഴ്സ് ഹാവ് 29 ഡേയ്സ് ഇൻ ഫെബ്രുവരി ഫ്രം 2001 മുതൽ 2100 വരെ? സിമ്പിളായിട്ട് നോക്കിയേ, എത്ര ലീപ്പ് ഇയർ ഉണ്ട്? 2001 മുതൽ 2100 വരെ എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. സിമ്പിൾ. അപ്പം ഇപ്പം 2001 ലീപ്പ് ഇയർ അല്ല, 2100 ഒരു ലീപ്പ് ഇയർ അല്ല. സാധാരണ 4 വർഷം കൂടുമ്പോഴാണ് ലീപ്പ് ഇയർ വരുന്നത്. 100 ഡിവൈഡ് ബൈ 4 25 കിട്ടേണ്ടത്. പക്ഷേ ലാസ്റ്റ് ഇയറും കൂടെ ലീപ്പ് ഇയർ ആണെങ്കിലേ എന്ത് വരുള്ളൂ? നിങ്ങൾക്ക് 25 കിട്ടുള്ളൂ. അപ്പം 1 കുറഞ്ഞു. അപ്പം 2004, 8, 12 അങ്ങനെ അപ് ടു 92, 96 വരെ എടുക്കുകയാണെങ്കിൽ 24 ലീപ്പ് ഇയർ കിട്ടും. അപ്പോൾ നോർമൽ സെഞ്ചുറി എടുക്കുക. ലീപ്പ് ഇയർ വരാത്ത സെഞ്ചുറി എടുക്കുകയാണെങ്കിൽ, ആ 100 വർഷത്തെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 24 ലീപ്പ് ഇയറും 76 ഓർഡിനറി ഇയറുമാണ് ഉള്ളത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. 24 ലീപ്പ് ഇയറും 76 ഓർഡിനറി ഇയറും.